വാളിച്ചെറുക്കൻ ലുക്കുണ്ട്. നിന്റെ അടുത്തൊക്കെ എങ്ങനെ സംസാരിക്കാനാ പിള്ളേര്? ഹലോ എന്താ നീ ഒരു ആ പെണ്ണിന്റെ വെട്ടി മുണ്ടിയറാ. ആ പെണ്ണ് ഇത് പാടല്ലേ കൊമ്പിയല്ലേ? കൊമ്പി കൊമ്പിയാ ഡിപ്രഷനാ? എന്ത് ചെക്കന് വിട്ടിട്ട് പോയാ? ഓൾക്ക് സെമിയാണ് ചെറിയൊരു ഇഷ്ടം. അല്ല ഇപ്പൊ പ്രശ്നമാവല്ലോ. എന്നാല് അപ്പൊ നമുക്ക് കൊമ്പിയല്ലേ ഷെയ്ക്ക് നോക്കണേ. അത് ഭൂമി കൊമ്പി ഭൂമി രണ്ട് വേറെ വേറെ. അല്ല ചന്ദ്രൻ അല്ലേ ചേച്ചില്ലേ? എന്ത് അല്ല പെണ്ണേ ഹലോ പെണ്ണേ ഹലോ എവിടെ? അവള് പറഞ്ഞേ ഹലോ ഹലോ ഇതാണോ നിനക്ക് ചെവി കേൾക്കുന്നില്ല? നീ നേരത്തെ ഉണ്ടെ മൈൻഡ് ആക്കത്തേക്ക് ഭയങ്കര കൊള്ളുന്നുണ്ട് ഏട്ടാ. എനിക്ക് എന്താ പ്രശ്നം? എന്താ ബാലം വന്നാ? ഷമീർ, ഞാൻ താര. നീ കൊമ്പിനെയാണോ പ്രപ്പോസ് ചെയ്യാൻ വന്നത്? താര സോറി ഒരു മിനിറ്റ്. എന്റെ മാവ് എന്തോ ഷമീറിനെക്കാട്ടും ആയിട്ടുണ്ടല്ലോ താര. അല്ലല്ല കണ്ടത് ഞാൻ എനിക്ക് ബാലന് ശേഷം അങ്ങനെ ആരെ പ്രണയിക്കാൻ തോന്നിയിട്ടില്ല. എന്നാ ബാലൻ ഊമ്പിച്ചല്ലേ അർത്ഥം? ക്യാമറ ചന്ദ്ര ഷെയ്ക്കിന്റെ ഇപ്പുറത്തിരുന്നോ? ഇസ്മായില് നല്ല ക്യാമറ അല്ല എനിക്കറിയാം. അല്ല ഞാൻ ഇത് എന്തുകൊണ്ട് പറയുന്നറിയാം. ഞാൻ പണ്ടാണെങ്കിൽ എപ്പോ ആരും എന്റെ മുമ്പിൽ നിന്നാലും ബാല ബാല എന്ന് വിളിക്കും. എന്തുകൊണ്ടാ? എന്റെ മനസ്സിൽ അവനുള്ളത് കൊണ്ട്. മനസ്സിലായോ? അപ്പൊ വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതാണോ ബാലൻ? ഞാന് ആ ട്രോമ വീണ്ടും എന്നെ വിട്ടിട്ട് പോവെന്നൊരു പേടി എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വേറെ ആളിനെ സ്നേഹിച്ചാൽ ഇപ്പൊ നീ തന്നെ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. വീണ്ടും എന്റെ ആ ഒരു ട്രോമ തിരിച്ചു വരുന്നുണ്ട്. നീ കൊമ്പി കൊമ്പി എന്ന് വിളിക്കുന്നുണ്ട്. താരയാണ് എന്റെ മുമ്പിൽ നിന്നത്. മനസ്സിലായോ? എനിക്കത് ഒട്ടും നീ ആദ്യം കുട്ടിയുടെ പേരെന്താ? മോനെ അല്ല അല്ല എന്താ ഇപ്പഴുണ്ടായേ? ശരിക്കും കൊമ്പിയും ഈ പുള്ളിയായിട്ടായിരുന്ന ഇഷ്ടത്തില്? അങ്ങനെയല്ല. ഫസ്റ്റ് താരയും ഷമീറും ആയിരുന്നു ഇഷ്ടത്തിൽ. എനിക്ക് വന്ന് കൊമ്പി ഒന്ന് കെയർ ചെയ്യായിരുന്നു ജസ്റ്റ്. പക്ഷെ ഷമീർ ഓടിച്ചു വിട്ടതാണ്. അതായത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു വിട്ടതാണ്. എന്തോ കൊമ്പിയായിട്ട്. അപ്പൊ താരക്ക് ഡൗട്ട് അവര് തമ്മിൽ ഇഷ്ടത്തിലാണോ? ഒരു ഡൗട്ട് വേണ്ട, ഞാൻ എല്ലാം ക്ലിയർ ചെയ്യാം. എവിടെ എന്താ അങ്ങനെ എനിക്ക് വേണ്ടി നീ കൊമ്പിനെ കെട്ടുവാണ്? ഞാനാ? വേണ്ട, ആന്റിമാർ കെറ്റാണ്. പിന്നെന്താ അങ്ങനെ ഒരു പെണ്ണ് കെട്ടിട്ട് തലയടിച്ചു പൊളിക്കാൻ നായേ. ഹലോ പെണ്ണ, ഹലോ ഐ ലവ് യു. ഹലോ ചന്ദ്രല്ലേ പറഞ്ഞേ നായേ. മൈൻഡാക്ക നേരത്തെ ഉണ്ട് എന്നെ കൂടെ മൈൻഡാക്കാണ്ടിരിക്കുന്ന. ഒന്ന് മൈൻഡാക്കാം പ്ലീസ്. കിടാൻ വയ്യ പ്ലീസ്. നമ്മൾ ഈ പെണ്ണുങ്ങളോട് ഒന്നാമത് സംസാരിക്കുന്നില്ല. ഹലോ, എക്സ്ക്യൂസ് മീ കുട്ടി. ഹലോ മോളെ, കേൾക്കുന്നുണ്ടാ? വിഷമിക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിലും നമ്മള് വിചാരിക്കുന്നതല്ല ശരിക്കും സംഭവിക്കുന്നത്. ഇപ്പം കുട്ടിക്ക് ഷമീറിനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ഷമീറിനെ ഇഷ്ടം തിരിച്ച് കുട്ടിയെടുത്ത്
ഉണ്ടാവണമല്ലോ. ഹലോ എന്തോ ഞാൻ കേട്ടില്ലായിരുന്നു ഞാൻ അയ്യോ നമ്മളങ്ങ് അപ്പൊ മൂഞ്ചി അല്ലേ? കുഴപ്പമില്ല ഒന്നൂടെ റീസ്റ്റാർട്ട്. എന്റെ വെയിറ്റ് ഞാൻ മാറുന്ന ഒന്നുകൂടെ വരാം പ്ലീസ്. അത് ആ ഒരു ഫ്ലോയില് പറഞ്ഞു പ്ലീസ് ചന്ദ്ര അത് ഒന്നുകൂടെ വരാം പ്ലീസ്. ജീവിതം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണല്ലോ. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ലോ. നമ്മളെ ലൈഫ് അങ്ങനെ ഞങ്ങക്ക് കിട്ടാൻ നോക്കട്ടെ. ആദ്യം ബേസ് വയ്ക്കാം. ഹലോ പെണ്ണേ, നിന്റെ ബേസ് എത്ര ഒന്ന് അറിയാൻ എന്റെ ആഗ്രഹം പ്ലീസ്. നിന്റെ ബേസ് എത്ര? വെയിറ്റ് നേരത്തെ 20 ആയിരുന്നു. 5 വയസ്സിന് കുഴപ്പമില്ല. നിങ്ങക്ക് അല്ല കൊമ്പി, ഇങ്ങനത്തെ ബേജാറിൽ ഇപ്പൊ നമ്മുടെ മനസ്സിന് ഇപ്പൊ ധൈര്യമാണ് വേണ്ടുന്നത്. ഇപ്പം കടുങ്കൈ എല്ലാം കാണിച്ച് ഇതിലോട്ട് കുട്ടിയുടെ മനസ്സ് ചിലപ്പോ ഇതിലോട്ട് ചാടി മരിക്കാൻ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പെങ്കൊച്ച് എന്തിനാണ് അറിയിക്കുന്നേ? ചുമ്മാ ഒന്നും പറയല്ലേ, വെറുതെ മനസ്സിന്റെ ധൈര്യം. ഞാനേ ഒരാളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീവേ. സൂസൈഡ് ഒക്കെ പേരറിയാവോ നിങ്ങൾക്ക്? കൊമ്പി ചന്ദ്രോ അവിടെ ഉണ്ടല്ലോ, അവിടെ അവന്റെ അടുത്ത് ഇങ്ങനെ ഡബിൾ മൈൻഡ് ഇരിക്കുന്ന കാരണം അറിയോ? അവൻ എപ്പോഴും അവളെ കാണുമ്പോ കൊമ്പി മാറി വിളിക്കുന്നേന്ന്. അതാണല്ലേ കൊച്ചി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുട്ടിക്ക് ഷമീറിനെ ഇഷ്ടമാണ് അല്ല അങ്ങനെ എന്തേലും? ഒന്ന് കടയിൽ നോക്കാണ്ട് എനിക്കിഷ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഇഷ്ടം താരേനെയാണ്. കൊമ്പി അങ്ങനെ നമ്മുടെ ഇഷ്ടം വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയം കഷ്ടമായി. ഞാൻ പറയാണെങ്കിലേ ഈ ഓൺ സൈഡ് ലവിന്റെ പവർ എന്താണെന്നറിയാവോ? ഈ ഓൺ സൈഡ് ലവിന്റെ പവർ എന്താണെന്നറിയോ കൊമ്പിക്ക്? ശരിക്കും ഈ ഓൺ സൈഡ് ലവിന് ഒരു പ്രത്യേക പവറാ ശരിക്കും. സ്നേഹം ഫീലിംഗ് ഫ്രം ദ ഹാർട്ട്. മതി. കൊമ്പി ചാടല് നമുക്ക് എന്ത് വേണം ചാടല്. എനിക്ക് അത്ര പറഞ്ഞു ചാടല്. നമ്മളുണ്ട്, ഞാനുണ്ട്. ചന്ദ്രന് അലിയൻസില്ലേ? ഞാൻ ചാടിക്കാം. കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് വേറൊരു കാര്യം വേണം. ഞാൻ വല്ല മണ്ടേനും തറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ചെയ്യൂല ലൈഫിൽ. ഇപ്പം നമുക്കുള്ള ആൾ എപ്പോഴേലും നമ്മളെ തേടി വരും അല്ലേ? ഇപ്പം ഈ മുച്ചിരിക്ക് തന്നെ ഇപ്പൊ 20-18 വയസ്സേ ഉള്ളൂ. എവന്റെ കൊച്ചപ്പോ ജനിച്ചിട്ട് കൂടി ഉണ്ടാവൂല, മനസ്സിലായില്ലേ? അല്ലേ മുച്ചിരി? അവൻ ജനിച്ചിട്ടില്ല. എന്റെ കൊച്ചെന്ത് ജനിച്ചിട്ടില്ല അല്ല, മംഗലം കഴിക്കാനുള്ള കൊച്ചു ഇതുവരെ ജനിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാ. എല്ലാത്തിനും ഇപ്പൊ ഓരോ നെൽമണിയിലും എഴുതിയിട്ടുണ്ടെന്നല്ലേ പറയണം. അവര് കഴിക്കേണ്ട ആ നെൽമണി. അതുപോലെ കുട്ടിക്കുള്ള ചെറുക്കൻ എവിടെയാണെങ്കിലും കുട്ടിക്ക് തന്നെ കിട്ടും. അത് എവിടെയാണെങ്കിലും, അത് ഏതാണ്ട് തോളത്തിലുള്ളവനാണെങ്കിലും. എടാ പരപ്പൂറി മോനെ, നീ ഇടയ്ക്ക് ഓളടിക്കാൻ നോക്കല്ലേ കേട്ടാ? ചന്ദ്രു റൈറ്റ് കൺട്രോൾ നെക്കിട്ട് കേറ്. എവിടെന്ന് പഠിക്കണോ എന്റെ അമ്മോ? ചന്ദ്രു റൈറ്റ് കൺട്രോൾ കിടന്നിട്ട് കേറ്. ഞാൻ കാണിച്ചു തരാം. ഇസ്മാൻ അല്ല, ഉസ്മാൻ. എന്താ ഇസ്മാൻ? എന്താ അവിടെ എന്താ? അവിടെ എന്തൊക്കെ പറയണ്ട്. കൊമ്പിനെ ഇന്റർഫിയർ ചെയ്യിപ്പിക്കണോ? കൊമ്പി ഓന്റെ ഒപ്പം നടക്കണ്ട്. അതെന്താ സംഭവം ചോദിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും കൊമ്പിക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല. അതെ കൊമ്പി, ഞാൻ കാര്യം പറയട്ടെ സ്റ്റീവ്, അതിന്റെ മൊട്ടേഷൻ മതി. കൊമ്പി എന്താടാ മൈൻഡ് ഓരോ പറഞ്ഞേ? ചന്ദ്രൻ എടുക്കാൻ നോക്കാം. നായേ
ഭയങ്കര പൂക്കി കൊമ്പി, നമുക്കൊന്ന് എന്റെ മുമ്പിൽ ഒരാൾ ചാടിച്ചാൽ സമ്മതിക്കൂല. ഞാൻ മുമ്പിൽ മാറത്തില്ല. കൊമ്പി കൊമ്പി നമുക്കൊന്ന് പോയി സംസാരിച്ചല്ലോ ഷമീറിന്റെ അടുത്ത്. അതെ കുട്ടി, ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഈ കൊമ്പാച്ചന്റെ ആരെങ്കിലും ആണോ? ഓക്കെ സോറി അല്ല അതാണ് നല്ലത്. അതാണ് ചന്ദ്രു വേണ്ട. കൊമ്പി ഒന്ന് ഷമീറിന്റെ അടുത്ത് നമുക്ക് സംസാരിച്ച് ഇതൊന്ന് നമുക്ക് സോർട്ട് ചെയ്താലോ? ചന്ദ്രു വേണ്ട പ്ലീസ്. അവനവിടെ അവളെ ആ അതന്നെ വേണ്ട വേണ്ട വേണ്ട. അവന് നിന്റെ ഇഷ്ടം മനസ്സിലായിട്ടില്ലെങ്കിൽ നീ ഇഷ്ടപ്പെടണം. നിനക്ക് നിന്നെ തേടി വരുന്നവനെ നീ കണ്ടെത്തണം. ആ നീങ്ങുവാ മുച്ചിരിങ്ങുവാ. സൈക്കിളൊക്കെ ചേട്ടി കിടക്കുന്നത് ഇവിടെ എന്താ? ഇത് ശവപ്പറമ്പായത്. എടാ ആൾക്കാരൊക്കെ എന്തേ? ഇതെന്താ കല്യാണം ഇവിടെ ശവപ്പറമ്പായ പോലെ ഉണ്ടല്ലോ, എന്ത് പറ്റി? എനിക്കറിയില്ല, കഥയല്ല ഇത്, ജീവിതാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഇതെന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അക്സെപ്റ്റ് ചെയ്തേട്ടാ? അത് ഞാൻ ചോദിക്കുന്ന അവരെവിടെ? ഒന്ന് പാളിസിക്ക് നമുക്ക് ഷെയ്ക്കിന്റെ കാര്യം ഫോർവേഡ് ചെയ്തല്ല. ഷെയ്ക്ക് ഇതൊരു അവസരമാണ് ഷെയ്ക്ക്. ഇത്ര ആൾക്കാരെ അടിയിൽ നിന്ന് പോയിക്കുന്നില്ലാറല്ലത് ഒറ്റക്ക് പോയിക്കുന്നതാണ്, മനസ്സിലായ? ഞാൻ ഇമാതിരി അല്ല ഓ മിനാന്ന് പറഞ്ഞേ ഒരു കുഴി സെറ്റാക്കി വെച്ചിന്. അതേടെ ഉണ്ടോ? എടാ അപ്പൊ മറ്റേ കുട്ടി എന്തി? അവരെന്തി കുട്ടി എന്തി? ചന്ദ്രു ഫുഡില്ല നമുക്ക് കഴിക്കാനടാ. നമുക്ക് ചോദിച്ചാലോ പോയിട്ട്? എന്തായാലും വന്നേ കുഴപ്പമില്ല. നമ്മ എന്ത് കളരെ നമ്മളെ പെണ്ണോ പോയ പാട്ട ഫുഡ് അങ്ങോട്ടോ. ഷെയ്ക്കിനെടുത്തോ പ്ലീസ്. നമുക്ക് വിശന്നിട്ട് ചെയ്യുന്നില്ല. ഷെയ്ക്കിനെടുത്തോ. ആ പിന്നെ നമ്മളെ വിളിച്ചെന്തിനി കാണാൻ വേണ്ട ഈ ഓറ ബേജാറ്. പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഫുഡ് വിളിച്ചേക്ക് ഫുഡ് അത് കുഴപ്പമില്ല, നമുക്ക് ഫുഡ് കിട്ടിയാൽ മതി. ആരാ വിളിച്ചിന്? ചന്ദ്രു എന്നെ കൂട്ടിയിട്ട് വന്നേ. ആ ചന്ദ്രൻ കൂട്ടിട്ട് വന്നേ, കുഴപ്പമില്ല. എന്റെ കൂടെ നമ്മുടെ ഇല്ല ഞാൻ ഇവിടെ ചന്ദ്രു ഞങ്ങക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല ചന്ദ്രു, പിന്നെ പ്രശ്നമാക്കണ്ട വിചാരിച്ചിട്ടാ, മനസ്സിലായാ? പറയാനേ 100 ഇരട്ടി ഞങ്ങക്ക് പറയാൻ അറിയാ, മനസ്സിലായാ? പിന്നെ പ്രശ്നമാക്കാൻ ഞങ്ങക്ക് താല്പര്യമില്ല. അവൻ മുക്കും എന്റെ കൂടെ. കാര്യം പറയട്ടെ, അത് അവരിപ്പോ ആ ഒരു മാനസിക സംഘർഷത്തിൽ. എന്ത് മാനസികോ? പിന്നെ ഫുഡ് വേണം. ഞാൻ പിന്നെ നമ്മളെ വിളിച്ചെന്തിന്? ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. പിന്നെ ആ ഫുഡ് പിന്നെ ചന്ദ്രൻ എന്റെ കുട്ടിയാണ് വന്നേ. ഞാൻ വരില്ല, ഞാൻ അള്ളാണ് വരില്ല. തീരെ കളിച്ചു തന്നെ ഒതുങ്ങിട്ട് ചോദിക്കാം നമുക്ക്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ അങ്ങനെ പോക്കുണ്ട്. ഞാൻ ബർഗർ തിന്നാനും പിസ തിന്നാനും ഞാൻ പോക്കുണ്ട്. അങ്ങനെ ഞാൻ പോകും. അതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഫുൾ പതിനായിട്ടാണ് ഇങ്ങനെ എന്തല്ലോ പറയില്ല. എവിടെ ഫുഡ് കൊടുക്കുന്നത്? ഭക്ഷണം ഭയങ്കര അങ്ങനെ പറഞ്ഞതാ. ചന്ദ്രു ഒന്ന് അങ്ങോട്ട് പോയാ, കുറച്ചങ്ങോട്ട് പോയാ. ചന്ദ്രു ഇതെന്താ പിസയും ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പിസന്റെ കഥയല്ല പറയുന്നത്. ഇങ്ങനത്തെ ഞാൻ അങ്ങോട്ട് സേഡ് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങോട്ട് കരയണോ? പാവം അത്ര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കല്ലോ ചെയ്തേ. അല്ല പെണ്ണെ 20 വയസ്സുള്ള ഇങ്ങോട്ട് വാ. നമ്മ ഫ്രണ്ട്സ്. നിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇവന്റെ സിറ്റിയിൽ ഒരേ വയസ്സുള്ള ഒരേ ഒരാള്. പിന്നത് അല്ല 2 വയസ്സിനല്ലേ നീ മൂത്തത്, ബാക്കി എല്ലാരും ആന്റിമാറാ. നീ പിന്നെ ചേച്ചി നിങ്ങൾ വിളിക്കാം. ഒന്നും ചെയ്യാനില്ല. എടാ ബ്ലേക്ക്
ആ ബ്ലേക്കിന്ന് വിളിച്ച ആളെ എത്ര വയസ്സാ നിങ്ങക്ക്? അല്ല ബ്ലേക്ക് അല്ല, നിങ്ങൾക്ക് എത്ര വയസ്സ്? നിങ്ങക്ക് കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന്? അല്ല മറ്റവള് ആ റെഡ്. റൂബിക്ക് 26. ഇതെന്താ ഇത്? ഒന്നില്ല ആന്റി. അല്ല യവനെ പ്രേമിക്കാൻ വേണ്ടിട്ട് ഒരാളെ നോക്കി നടക്കും, ഇവന്റെ അതേ ഏജിലുള്ള ഒരാളെ. മനസ്സിലായ? മറ്റേ TDM അല്ലേ, അവിടെ നിൽക്കുന്ന സമയത്ത് ആരൊക്കെ 2 ആമ്പിള്ളേര് കിസ് ചെയ്യുന്ന കണ്ടായിരുന്നു ഞാന്. ഓ കണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. ഇടുന്ന് വിട്ടെ ചന്ദ്ര, ഇടുന്ന് വിട്ടെ ചന്ദ്ര, ഇടുന്ന വിടോ ചന്ദ്ര ഒന്ന് ഇല്ല സംസാരിക്കാൻ താല്പര്യമില്ല ചന്ദ്ര പ്ലീസ് ചന്ദ്ര ഒന്ന് ഇടുന്ന് വിട് പ്ലീസ് പ്ലീസ്. എന്തൊക്കെയാ പറയുന്നേ? കിസ് ചെയ്യുന്ന ഐ ലവ് യു പറഞ്ഞു ചന്ദ്ര, ഐ ലവ് യു പറഞ്ഞു ചന്ദ്ര. പറഞ്ഞ കൊമ്പി കൊമ്പി ഒരു ഫീലിക്സ് ഉണ്ടാകുമ്പോ ചോറ് കഴിക്കില്ല അത്. എടാ കേക്കാത്തവർക്ക് വേണ്ടി താര ഒന്നും കൂടി പറയുന്നതാണ്. താര സൈലൻസ് ഒന്നുകൂടി പറഞ്ഞ കേട്ടിട്ടില്ല. അല്ല കേക്കുന്ന ആൾക്കാർ കേട്ടത് അതില്ലേ? അല്ല ഒന്നും കൂടി താര നാക്കേട്ടിട്ടില്ല, താര നാക്കേട്ടിട്ടില്ല. താര ഒന്നുകൂടെ പറയ്. താരക്ക് ഇഷ്ടമാണോ ഷബീറിനെ? ഐ ലവ് യു ഷബീർ ഖാൻ കൊച്ചിത്തലങ്ങ് വിളിച്ചൂട്. എന്നാലേ നമുക്ക് ഫുഡ് കിട്ടും പ്ലീസ്. താര ഷമീറിനെ ഇഷ്ടമാണോ? ഒന്നുകൂടി പറ. അല്ല നമ്മളിനെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരെ നമ്മളും ഇഷ്ടപ്പെടണമെന്നാണ് എന്റെ അമ്മ പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല, നമ്മളെ ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ട്. എന്റെ അമ്മ പറഞ്ഞ ഇഷ്ടം. ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര? ഷമീർ ഇപ്പൊ പറഞ്ഞേ എന്റെ അമ്മ ഇഷ്ടപ്പെടണം പറഞ്ഞിട്ട് ഇഷ്ടമല്ലെന്ന് പറയണോ? ഷമീർ ഇപ്പൊ പറയണ എന്റെ അപ്പോളെ ബ്ലാക്ക് കോട്ടിട്ട് ബ്രോ ഒന്ന് ഇറങ്ങിയ കല്ല് വന്ന് ഇങ്ങനെ ഇത്ര ഡിലേ. എടാ ഈ വൈറ്റ് ഡ്രസ് ഇട്ടാണ്ട് ഈ റോസ് പിങ്ക് ഹെയർ ഉള്ള ചെങ്ങായാരാണ് കൊറേ നേരം ഇതിന് നടുവിൽ വെക്കുന്ന. ഇത് കൊറേ ആളുണ്ട്. എന്റെ ഹൃദയത്തിൽ എന്നും സ്ഥാനം നിനക്കാണ്. ഐ ലവ് യു. എന്താ മോബി നീ എന്താ ചെയ്യാന്ന് പറയുന്നേ? അടിപൊളിയാണ്. ഷമീറെ കൺഗ്രാചുലേഷൻ ലെറ്റ്സ് ഗോ. ഫുഡ് നമുക്ക് തിന്നാൻ തിന്നാനേ എന്തെങ്കിലും കിട്ടിനെ പോവാൻ. കൊമ്പി ഒന്ന് വരാമോ? കൊമ്പി ചന്ദ്രു മംഗളത്തിന് എന്തിനാ പോന്നെ? കൊമ്പി കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. കൊമ്പിനിപ്പൊ എന്ത് ചെയ്യും? കൊമ്പിനെ ഞാൻ കേട്ട. ചന്ദ്രൻ ആദ്യം പറഞ്ഞത് ഓക്കെയാണ്, നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കാം. ചന്ദ്ര മറ്റേ ഐക്കോണിക് ഡയലോഗ് ഒന്ന് കൊമ്പി നിന്നെ സ്നേഹിച്ചില്ല ആരില്ലെങ്കിൽ ചന്ദ്രൻ ഉണ്ട്. ചന്ദ്രൻ ഉണ്ട്. ചന്ദ്രല്ലേ പറഞ്ഞു ചന്ദ്ര കെട്ടിക്കോളാം. ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതെ ഞാൻ മറ്റേ പ്രതീക്ഷ കൈവിടേണ്ടത് ഞാൻ പറയുന്നുള്ളൂ. 16 റിജക്ഷൻ കിട്ടിയ പയ്യനാണ് എന്റെ ബാക്കി ഇരിക്കണേ. പക്ഷെ എല്ലാരും ആന്റി മറയുന്നേ ഉള്ളൂ. 17 വയസ്സേ ഉള്ളൂ. പോസ്റ്റോണേ അതാണ് എങ്ങനെ സൗണ്ട് എങ്ങനെയാ?
അല്ല നല്ല ശബ്ദം, അനക്ക് നല്ല ശബ്ദം നല്ല സൗന്ദര്യം വേണം. വന്നാണ് ചൂടായിട്ട് വരും ഞാൻ തള്ളക്കുളിയായ പെണ്ണാണത്. നമ്മൾ ഈ മോട്ടിവേറ്റ് ചെയ്യുന്ന സത്യം ഊക്കണയാണ് മനസ്സിലായ. ഞാൻ ചൂടായിട്ട് തള്ളക്കുളിയായ പെണ്ണാണത്. ജുഗ്രു അല്ല ചൂടൊക്കെ ചൂടാ ചൊറിയായി അവസാനം DC സാഗറിലെ പോയ അവൻ ഒന്ന് റാപ്പ് പാടിയിട്ട് പോയി. അപ്പൊ വേണ്ട ഒന്നും പറയണ്ട, ചുമ്മാരി മുച്ചിയുടെ പെണ്ണാമോളെ വെച്ചാണ്. പിന്നെ അവളുടെ പെണ്ണാവട്ടെ വയറ്റിനകത്ത് പോടാ, ഞാനൊന്നും നോക്കൂലേ പണി, പിന്നെ ആന്റിമാരെ നോക്കുന്നില്ല എന്റെ പണി. പേഴ്സണൽ അത് ശരിയാണ് അവന്റെ പെട്ടെന്ന് 2 കൊല്ലം കൂടിയായിരുന്നെങ്കിൽ അരങ്ങമംഗലേക്കല്ലേ 20 വയസ്സായി ഇളകി മുട്ടി വല്ല കല്ലും കൊണ്ട് വരാടാ എത്ര കഴപ്പാണെങ്കിൽ. അങ്ങനത്തെ ഷമീറ പോവാണ് ഞങ്ങള്. ഫുഡൊക്കെ എവിടെയാണ് ഷമീറ? ഇറക്കണ തോളി നായേ. ഇല്ല ഫുഡ് കൊടുക്കുന്നേ ഫുഡ് നടക്കണട്ടാ. ഫുഡ് ടേബിളിൽ നിന്ന് കഴിക്കണ സാറേ കാണാലായിരുന്നല്ലോ, എവിടെ ആയിരുന്നു? സുഖല്ലേ സാറേ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഇന്നലെ വന്നേ ഉള്ളൂ. നല്ലായിരുന്നു സാറേ. സാറിന് സുഖല്ലേ? ഫുഡൊക്കെ കഴിച്ചാ? അങ്ങ് ഉണങ്ങിപ്പോയല്ലേ? ഫുഡ് കഴിച്ചിട്ട് ഓട്ടോ അല്ലേ ഇതേപോലെ? ഇത്ര കള്ളന്മാരൊക്കെ സിറ്റില് കള്ളന്മാരെ കുറവൊക്കെ ഉണ്ടാ? സാറേ ആദ്യം റോബറി സിസ്റ്റം പ്ലീസ്. മനസ്സിലായി. ചന്ദ്രു നമുക്ക് പോയാലോ അവരെ പരിപാടി എല്ലാം നമുക്ക് പോയില്ല. ചന്ദ്രു ഇപ്പൊ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ചീർണി എന്നെങ്കിലേ ഞങ്ങളങ്ങോട്ട് പോവാ. കൊമ്പി ഞങ്ങളെ കൂടെ വരുന്നുണ്ടാ? വരുന്നില്ലല്ലോ അവള്. സ്റ്റീവ് കൊണ്ട് കേട്ടോളെ. സ്റ്റീവിന്റെ തലയിലായത്. സ്റ്റീവിന്റെ തല സ്റ്റീവ് എടുക്കാൻ നോക്കാം. നൈസായിട്ട് ഊക്കുവാന്ന് പറഞ്ഞിട്ട്. ഇതാ അന്ന. അന്ന ഏഞ്ചൽ. അന്ന ഡി അന്ന. അന്ന ഏഞ്ചൽ. എന്നെ ഓർമ്മയുണ്ടാ? ചന്ദ്രബോസ്. അന്നക്ക് എത്ര വയസ്സ് ഒന്ന് പറയോ? ചുമ്മാടാ. അല്ല അറിയാൻ അല്ല പാടില്ല, അത് അറിഞ്ഞൂടെ നിനക്ക്? അങ്ങനെയുണ്ട്. അന്ന ഇപ്പം അന്ന ബിസിനസ് ഒക്കെ ഇപ്പൊ എങ്ങനെ ആരാ നോക്കുന്നു? ചേട്ടൻ പറയണോ? ഓക്കെ ഓക്കെ. സുഖല്ലേ? ഓ സുഖാണ് ചന്ദ്രന്. ഓ സുഖാണ്. ഓക്കെ കണ്ടായിരുന്നു, നല്ല കുട്ടി. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നേ ചന്ദ്ര. കണ്ടായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ എന്തേ നടക്കട്ടെ. കൊമ്പി ഞങ്ങളും കിടത്ത മേക്കെ. കൊമ്പി നമ്മളങ്ങ് കൊണ്ടുപോകണം കേട്ടോ. ബൈ ബൈ. മോട്ടിവേഷൻ കൊടുക്ക. കുറച്ച് മോട്ടിവേഷൻ. എത്രന്ന് പറഞ്ഞാടേ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മലയൊക്കെ നടന്നു കയറി നോക്കിയാ കുപ്പായിട്ട്. അയ്യോ ആ കുപ്പായത്തിന് വെയിറ്റ് ഇല്ല, കാണാൻ പറയാം. നമ്മുടെ വണ്ടി ഇവിടെ എന്തിനാ? ഞാൻ ഇങ്ങോട്ടാ. എടാ ഇൻകേസ് അവളെങ്ങനെ സെറ്റ് ആവുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വന്നേ. ഓ പാവം. എന്തൊക്കെ പറഞ്ഞാലും ഫീലിങ്സ് വെച്ച് കളിക്കരുത് ചന്ദ്രു. അത് നല്ല ഹേർട്ടാന്ന കാര്യം ചന്ദ്രു. അനുഭവത്തിൽ നിന്ന് പറയുകയല്ല. അനുഭവിച്ചിട്ടില്ല. ഈ ചെറിയ പ്രായത്തില് അനുഭവിച്ചിട്ടില്ല. നിന്നെ 4B രേഷ്മ തേച്ചില്ലേ? ചന്ദ്രക്കാ കൊളവരുന്ന ഹലോ കിഡ്നാപ്പാ? ആര്? അത് അമ്പിരിക്കണം. സ്പീക്കറുടെ പേര്. എവിടെ? നീ എവിടെ? 2 മണിയായി, ഒന്നും ചെയ്യാൻ പറ്റൂല. ലൊക്കേഷൻ
സൂര്യനെ തട്ടിക്കൊണ്ടോ ആരോ ആരെ ആരോ ആരെ ആരോ ആരെന്നറിഞ്ഞൂടാ. കൊണ്ട ആളാരി നീ ആദ്യം എടാ 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 എലക്ഷൻ ഒന്നിറങ്ങി ഞാൻ ഒട്ടേക്ക് ഞങ്ങളുടെ സൂര്യബോസ് ആരെ തട്ടിക്കൊണ്ട് സൂര്യബോസിനുണ്ടേ